വെള്ളിത്തിരയിൽ ഒരൊറ്റ ഫൈറ്റിൽ 100 പേരെ തറ പറ്റിക്കുന്ന ദളപതിക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഗോത അത്ര എളുപ്പമാകില്ല എന്ന കാര്യം ഉറപ്പാണ്. 5 ഡയലോഗുകൾ കൊണ്ട് തിയേറ്റർ ഇളക്കി മറിക്കുന്നത് പോലെ അത്ര ലളിതമല്ല കോട്ടകൾ മുറിച്ചു കടക്കുന്നത്. സിനിമയിലെ രാഷ്ട്രീയ വേഷങ്ങൾ നൽകിയ കയ്യടികൾ വോട്ടായി മാറണമെങ്കിൽ വിജയ്ക്ക് കൃത്യമായൊരു തന്ത്രം ആവശ്യവുമാണ്. BJPയുമായുള്ള അല്ലെങ്കിൽ NDA സഖ്യവുമായുള്ള വിജയുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ നല്ല ചൂടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ആചാരമനുസരിച്ച് ദ്രാവിഡ പാർട്ടികളെ എതിർക്കാൻ ഒരു ദേശീയ പാർട്ടിയുടെ പിന്തുണ പലപ്പോഴും താരങ്ങൾ തേടാറുമുണ്ട്. എന്നാൽ തമിഴ് സ്വത്വം മുറുകെ പിടിക്കുന്ന ഒരു മണ്ണിൽ BJPക്കൊപ്പം ചേരുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമാണെന്ന് വിജയ്ക്ക് നന്നായിട്ട് അറിയാം. BJPയുമായി കൈകോർത്താൽ അത് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ സ്വാധീനം നൽകുമെങ്കിലും തമിഴ്നാട്ടിലെ വോട്ട് ബാങ്കിൽ അതൊരു വിപരീത ഫലം ഉണ്ടാക്കുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട്. വിജയിയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്തിക്ക് മേലുള്ള നടത്തം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ DMKയും ADMKയും ശക്തമായ അടിത്തറയുള്ള പാർട്ടികൾ തന്നെയാണ് തമിഴ്നാട്ടിൽ. അവർക്കിടയിലേക്ക് ഒരു മൂന്നാം കക്ഷിയായി വരിക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് പലരും വിലയിരുത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക എന്നത് നിലവിൽ കടമ്പകൾ ഏറെയുള്ള ഒന്ന് തന്നെയാണ്. ഇവിടെയാണ് BJPയുടെ പ്രസക്തി വരുന്നത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായുള്ള സഖ്യം വിജയ്ക്ക് ഭരണപരമായ കരുത്ത് നൽകിയേക്കാം. പക്ഷേ തമിഴ് മക്കൾക്കിടയിൽ BJPക്കുള്ള ഹിന്ദി വിരുദ്ധ സവർണ രാഷ്ട്രീയ പ്രതിച്ഛായ വിജയുടെ ജനപ്രീതിയെ ബാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിജയ് ഒരു ചാണക്യനാകുമോ അതോ വെറും സിനിമാക്കാരൻ മാത്രമായി ഒതുങ്ങുമോ എന്നത് വരും ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ കരുനീക്കങ്ങളെ ആശ്രയിച്ച് നമുക്ക് വിലയിരുത്താനാകൂ. സിനിമയിലെ രാഷ്ട്രീയ കഥാപാത്രങ്ങൾ വിജയ്ക്ക് ഒരു മൈലേജ് നൽകിയിട്ടുണ്ട് എങ്കിലും യഥാർത്ഥ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാപ്തിയാണ് വോട്ടർമാർ അളക്കാൻ പോകുന്നത്. ഒരുപക്ഷെ BJPയുമായി ചേർന്ന് മത്സരിക്കുകയാണ് എങ്കിൽ അത് തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയൊരു പരീക്ഷണവുമായേക്കാം. എന്തായാലും ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുമെന്ന വാർത്തകൾ വരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. DMKയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെന്നൈയിൽ തന്നെ പോരാട്ടത്തിന് ഇറങ്ങുന്നതിലൂടെ താൻ വെറും ഒരു വോട്ട് ഭിന്നിപ്പിക്കൽ ഘടകമല്ല, മറിച്ച് ഭരണമാറ്റം ലക്ഷ്യമിടുന്ന കരുത്തനായ എതിരാളിയാണെന്ന് തെളിയിക്കുക കൂടിയാണ് വിജയ് ചെയ്യുന്നത്. വിജയുടെ പാർട്ടിക്ക് നിലവിൽ യുവാക്കൾക്കിടയിലും സ്ത്രീ വോട്ടർമാർക്കിടയിലും വലിയ സ്വാധീനമുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. പെരമ്പൂർ പോലുള്ള നഗരമണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ മധ്യവർഗ വോട്ടർമാരെയും ദരിദ്ര വിഭാഗങ്ങളെയും ഒരുപോലെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കാം. എന്നാൽ പതിറ്റാണ്ടുകളായി തമിഴ് മണ്ണ് ഭരിക്കുന്ന DMK, ADMK എന്നീ വൻമരങ്ങളെ വീഴ്ത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. DMKയുടെ ശക്തമായ കേഡർ സംവിധാനവും മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ജനപ്രീതിയും മറികടക്കാൻ കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും താഴെ തട്ടിലുള്ള പ്രവർത്തനവും വിജയ്ക്ക് അനിവാര്യമാണ്. ചെന്നൈ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും DMK സഖ്യം പുലർത്തുന്ന ആധിപത്യം തകർക്കുക എന്നതാണ് വിജയുടെ തന്ത്രം. പെരമ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ജനസംഖ്യാപരമായ വൈവിധ്യം കൂടുതലാണ്. ഇവിടെ വിജയിക്കാനാവുകയാണ് എങ്കിൽ അത് സംസ്ഥാന വ്യാപകമായ ഒരു പോസിറ്റീവ് സന്ദേശം നൽകും. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവി രാഷ്ട്രീയത്തിലെ വോട്ടുകളായി മാറുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. MGRനും ജയലളിതയ്ക്കും സാധിച്ച ആ മാജിക് വിജയ്ക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്നത് 2026 ഫലമാണ് പുറത്തു പറയുക. എന്തായാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ തമിഴക വെട്രി കഴകം NDAയുടെ ഭാഗമാകുമോ എന്നത് നിലവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം BJP നയിക്കുന്ന NDA സഖ്യത്തിൽ ചേരുമെന്ന വാർത്തകൾ TVK ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 2026 മാർച്ചിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ ഇത്തരം വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാക്കി. BJPയെ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ശത്രു അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ എനിമി എന്നാണ് പാർട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത്. മതേതര സാമൂഹിക നീതി എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന തങ്ങൾക്ക് BJPയുമായി രാഷ്ട്രീയപരമായി യോജിക്കാൻ കഴിയില്ല എന്നതാണ് പാർട്ടി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. വിജയ് തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. DMKയ്ക്കും അതുപോലെ BJPയ്ക്കും ഒരുപോലെ എതിരാളിയായ ഒരു രാഷ്ട്രീയ ബദലായി സ്വയം അടയാളപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിലൂടെ ഭരണവിരുദ്ധ വോട്ടുകളും യുവാക്കളുടെ പിന്തുണയും പൂർണ്ണമായും തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിജയ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള നാളുകൾ തമിഴ്നാടിനും കേരളത്തെ പോലെ നിർണായകമാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.